വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ സുന്ദരമായ ഒരു തുരുത്താണ്. മലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ സജീവ നിറസാന്നിധ്യമായിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ പുളിയൻ തുരുത്ത്. കേരള സഹകരണ സംഘത്തിന്റെ സഹായത്തോടെ ഇക്കോ ടൂറിസം വില്ലേജ് ആക്കിയിരിക്കുന്ന 3 ഭാഗവും നദികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഒരു ചെറുതുരുത്താണിത്. സുന്ദരമായ തൂക്കുപാലത്തിലൂടെ പൈസിനി പുഴയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പുളിയൻ തുരുത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം പുളിയൻ തുരുത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു ടൂറിസം എക്കോ വില്ലേജാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ടൂറിസം ആക്ടിവിറ്റീസാണ് നടത്തുന്നത്. പ്രധാന കവാടം പിന്നിട്ട് നാം മുന്നോട്ട് പോവുകയാണ്. റബ്ബർ തോട്ടത്തിൽ മണ്ണ് വെട്ടിയിറങ്ങിയ പാതയിൽ ഇന്റർലോക്കുകൾ പാകിയിരിക്കുന്നു. പുളിയൻ തുരുത്തിലേക്ക് ഞാൻ വരുന്നത് ഇത് 2ാം തവണയാണ്. തിരക്ക് തീരെ കുറഞ്ഞ ഒരു ദിവസമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വീഡിയോ എടുക്കാനും പുളിയൻ തുരുത്തിന്റെ ശാന്ത സൗന്ദര്യം ആസ്വദിക്കാനും വേണ്ടിയാണ് ഈ ദിവസം പ്രത്യേകമായി ഞാൻ തിരഞ്ഞെടുത്തത്. മനോഹരമായ ഈ തൂക്കുപാലം പുളിയൻ തുരുത്തിനെ ഇക്കോ വില്ലേജ് ആക്കി മാറ്റിയതിന്റെ ഭാഗമായ നിർമ്മിതിയാണ്. മുമ്പ് ഇവിടെ ഇങ്ങനൊരു പാലം ഉണ്ടായിരുന്നില്ല. ആളുകൾ പുളിയൻ തുരുത്തിലേക്ക് പോയിരുന്നത് ചങ്ങാടം ഉപയോഗിച്ചാണ്. പലപ്പോഴും ഈ ചങ്ങാടമൊക്കെയും ആനകൾ വന്ന് തകർത്ത് കളയുമായിരുന്നു. തുരുത്തിലേക്ക് നാം പോകുന്നതായ ഈ ഭാഗമൊക്കെ നദി ശാന്തമായാണ് ഒഴുകുന്നതെങ്കിൽ പുളിയൻ തുരുത്തിന്റെ മറുഭാഗമാകട്ടെ അതിശക്തമായ കുത്തൊഴുക്കാണ്. അവിടെ ശക്തമായ കുതിരച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും. ശാന്തമായി ഒഴുകുന്ന പയസിനി പുഴയുടെ ചാരുത വൃക്ഷലതാദികൾ നിറഞ്ഞ മലനിരകൾക്കിടയിൽ കൺകുളിർക്കെ ആസ്വദിച്ചുകൊണ്ട് പുളിയൻ തുരുത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പാലം കടന്ന് പുളിയൻ തുരുത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കുട്ടികൾ വിനോദത്തിലേർപ്പെടുന്നതാണ്. അവധി ദിവസങ്ങൾ ശാന്തസുന്ദരമായി കുടുംബമൊത്ത് ആസ്വദിക്കുവാൻ നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് തിരക്ക് വളരെ കുറഞ്ഞ ദിവസമാണ് എന്ന് ഞാൻ മുന്നമേ പറഞ്ഞുവല്ലോ. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന പുളിയൻ തുരുത്തിൽ പ്രകൃതിക്ക് ചേർന്ന വിധം സൗകുമാര്യം വഴിഞ്ഞൊഴുകുന്ന നിർമ്മിതികളാണ് കാണാൻ കഴിയുന്നത്. കുടുംബമായി വന്ന് താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും, കോൺഫറൻസ് ഹാളുകളും, എല്ലാവിധ രുചിഭേദങ്ങളും ആസ്വദിച്ചറിയുവാൻ കഴിയുന്ന തീൻമുറികളും പുളിയൻ തുരുത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഇതിനകം തന്നെ പുളിയൻ തുരുത്തിലേക്ക് നിരവധി ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പുളിയൻ തുരുത്തിന്റെ മധ്യഭാഗം ഉയർന്നൊരു തട്ടായി നിലകൊള്ളുന്നു. ഇവിടെ നിന്ന് ചുറ്റുമുള്ള മലകളും 3 ഭാഗത്തുമായി ഒഴുകുന്ന നദിയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഫാമിലിക്ക് താമസിക്കാൻ കഴിയുന്ന അനേകം കോട്ടേജുകൾ ഇതിനകം ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. ഓരോ കോട്ടേജിന്റെയും സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ പുളിയൻ തുരുത്തിന്റെ മറുഭാഗത്തായി അതിശക്തമായി ഒഴുകുന്ന കുതിരച്ചാട്ടം കാണാൻ കഴിയും. വളരെ അപകടകരമായി ശക്തിയോടെ കുത്തിയൊഴുകുന്ന ഭാഗമാണ് കുതിരച്ചാട്ടം. പണ്ട് കാലത്ത് കർണാടകത്തിൽ നിന്നുള്ള തടി വ്യാപാരികൾ തടി കൊണ്ടുപോകാനായി നിർമ്മിച്ചതാണ് കുതിരച്ചാട്ടം. പുഴയിൽ വീതി കുറവാണെങ്കിലും വളരെയേറെ ആഴമുള്ള ഭാഗമാണിത്. നീന്തറിയാവുന്നവരാണെങ്കിൽ പോലും പുളിയൻ തുരുത്തിൽ വരുമ്പോൾ നദിയുടെ ഈ ഭാഗത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ അപകടകരമാണ്. പുഴയുടെ ഈ ഭാഗങ്ങൾ പാറ വെട്ടി ഇറങ്ങിയതാണ്. പുഴ ഒരു നേർവരയിലാണ് കാണപ്പെടുന്നത്. അതിന്റെ മറുകര വനമാണ്.
കുത്തൊഴുക്കുള്ള ഈ നദി അനേകമാൾ താഴ്ചയുള്ളതാണ്. പുളിയന്തുരുത്തും ചുറ്റുപാടുകളും നദീതടങ്ങളും വിവിധ ഇനം ഔഷധ സസ്യങ്ങളാൽ സമ്പുഷ്ടമാണ്. ഒരേ സമയം പുഴയുടെയും വനത്തിന്റെയും വശ്യമനോഹാരിത സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാവുന്ന പുളിയന്തുരുത്ത് ഇക്കോ ടൂറിസം എരിഞ്ഞിപ്പുഴ മലാങ്കടപ്പിന് സമീപമുള്ള പയസ്വിനിപ്പുഴയുടെ നടുവിലാണ്. കാസർഗോഡിന്റെ പ്രകൃതി സൗന്ദര്യം തൊട്ടറിയാനും അനുഭവിക്കാനും കഴിയുന്ന വിധമാണ് ഈ വില്ലേജ് ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാഴ്ചയിൽ മനസ്സിലാകുന്നുണ്ടല്ലോ. കർമ്മന്തുടി ആസ്ഥാനമായുള്ള ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സഹകരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് ഒളിയത്തടുക്കയിൽ 6 ഏക്കറോളം വരുന്ന തുരുത്തിന്റെ ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്താതെ പ്രകൃതി സൗഹൃദമായി മനോഹര തുരുത്ത് സഞ്ചാരികൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നത്. പുഴയും സമീപത്തെ കാടും വെള്ളച്ചാട്ടങ്ങളും എല്ലാം മനസ്സിൽ കുളിർമ കോരിയിടുന്ന അനുഭവങ്ങൾ തന്നെയാണ്.